ശ്രീ ജെ ആർ പത്മകുമാർ, ഇന്ത്യയെ വിറ്റ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തിന്റെ മുഖത്ത് നോക്കി പാർലമെന്റിൽ ചോദിച്ചത്. സാധാരണഗതിയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇങ്ങനെ ഒരു ഡീലിൽ സമ്മതം മൂളില്ല. ഇത് ഭീഷണി ഉണ്ടായതുകൊണ്ട്, അമേരിക്ക കഴുത്തിൽ പിടിമുറുക്കിയതുകൊണ്ട്, ശ്വാസം മുട്ടിയതുകൊണ്ട് സമ്മതിച്ചതാണ് എന്നാണ് പറഞ്ഞത്. ശ്വാസം മുട്ടിക്കാനായി എപ്സ്റ്റീൻ ഫയൽസും ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിലുള്ള കേസും ആയുധമാക്കിയെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് കീഴടങ്ങി ഇങ്ങനെ ഒരു ഡീൽ എന്ന് വിശദീകരിക്കേണ്ടി വരില്ലേ സ്വാഭാവികമായും? തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ധനകാര്യമന്ത്രി പ്രസംഗിച്ചിട്ടുണ്ട്, പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുള്ള പെട്രോളിയം വകുപ്പ് സഹമന്ത്രി അദ്ദേഹവും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വാചക കസർത്ത് എന്നുള്ളതിൽ പക്വതയില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിന് യോജിക്കാത്ത കുറേ നിലപാടുകളും അതുപോലെ തന്നെ വാചക കസർത്തുമല്ലാതെ ഇതിലെന്താണ് ഉള്ളത് എന്നുള്ള കാര്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. ഇത് ഇവർക്ക് ഈ അധികാരം നഷ്ടപ്പെട്ട് ഇനി അടുത്ത കാലത്തൊന്നും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് ഉള്ളതുകൊണ്ട്, ആ ഒരു തോന്നലുള്ളത് കൊണ്ട്, ആ വിചാരത്തിൽ നിന്ന് ഉടലെടുത്ത കുറേ കസർത്തുകൾ എന്നതിനപ്പുറം ഇതിനകത്ത് ഒന്നുമില്ല. വാചക കസർത്ത് വിടൂ, ചില അടിസ്ഥാനപരമായ വസ്തുതകൾ. ശ്രീ ജെ ആർ പത്മകുമാർ, ഈ വ്യാപാര യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യയിൽ നിന്ന് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിന്റെ ശരാശരി താരിഫ് എത്രയായിരുന്നു? 3%. അതിപ്പോൾ 18%. ഈ ഡീലിന് ശേഷം അമേരിക്കയിൽ നിന്ന് ഒരു കാര്യം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ചുമത്തുന്ന ടാക്സ് എത്രയായിരുന്നു? അത് 18% അല്ല 16% ഒക്കെ നിജപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ 0% ആണ്, 0 താരിഫാണ്. അപ്പോൾ ഇന്ത്യൻ താല്പര്യങ്ങൾ എങ്ങനെ സമ്പൂർണ്ണമായി ബലികഴിക്കപ്പെട്ടു എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബേസ് എന്ന് പറയുന്നത് അവിടുത്തെ കർഷകരാണ്. അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയുടെ വിപണി 0 താരിഫിന് പൂർണ്ണമായി തുറന്നു കൊടുത്തു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അങ്ങോട്ടുള്ള അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്ക് ഇന്ത്യയിലെ ഇവിടുത്തെ ഒരു എക്സ്പോർട്ടർ 18% നികുതി കൊടുക്കേണ്ടപ്പോൾ ബംഗ്ലാദേശുകാരന് 0 ടാക്സ് ആണ്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള രാജ്യം. അപ്പാരൽ ഇൻഡസ്ട്രി ശരിക്കും ബംഗ്ലാദേശുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി സമ്പൂർണ്ണമായി തകർന്നു. അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കാർഷിക മേഖല, പിന്നെ ഈ പറഞ്ഞതുപോലെ വഴങ്ങിക്കൊടുത്ത ടാക്സ്, ഇതിനുള്ള ഉത്തരം, ഈ ഫാക്ട്സ്, ഇത് എങ്ങനെയാണ് നിങ്ങൾ കൗണ്ടർ ചെയ്യുന്നത്? മനസ്സിലാവുന്നില്ല. ഇതൊരു പ്രചരണത്തിന്റെ ഒരു ഭാഗമാണ്. അല്ല, ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ സാമ്പത്തികമായി ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ എത്രാം സ്ഥാനത്തായിരുന്നു? 10ാം സ്ഥാനത്തായിരുന്നു. ഇന്ത്യയിൽ NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 5ാം സ്ഥാനത്തായി, 4ാം സ്ഥാനത്തായി, ഇത് 3ാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ വളർച്ച എന്ന് പറയും. ഇന്ത്യ 2025 വരെ അമേരിക്കയിലേക്ക് നമ്മൾ അയക്കുന്ന കയറ്റുമതി എത്രയായിരുന്നു? $72 ബില്യൺ ആയിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് എത്രയാണ്? വെറും $41 ബില്യൺ. നമ്മളെ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഒരു രാജ്യം എന്നുള്ള നിലയിലൊക്കെ നിൽക്കാൻ കഴിയില്ല. പല രാജ്യങ്ങളും ഇപ്പം ബൈലാറ്ററൽ അഗ്രിമെന്റുകൾ ഉണ്ടാവും, മൾട്ടിലാറ്ററൽ അഗ്രിമെന്റ് ഉണ്ടാവും. ആ കാര്യത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അത് നിങ്ങൾക്ക് തോന്നുന്ന $46 ബില്യൺ കച്ചവടം, കയറ്റുമതി ബന്ധമുണ്ടായിരുന്നത് അമേരിക്ക ഇങ്ങോട്ട് കയറ്റുമതി ചെയ്തിരുന്നത് $146 ബില്യൺ ഉയരാൻ പോവുകയാണ്. $500 ബില്യൺ കയറ്റുമതിയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. അത് തെറ്റായ രീതിയിൽ പ്രചരണം വന്നപ്പോൾ ഇന്ന് തിരുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു രാജ്യവുമായി എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ, ട്രേഡ് എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ ഒരു രാജ്യവും വേറൊരു രാജ്യവുമായി ഉണ്ടാകുന്ന എഗ്രിമെന്റിൽ അതിൽ വന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ വന്ന സമയത്ത് അഗ്രികൾച്ചർ എന്നുള്ള വാക്ക് ഒഴിവാക്കി, അതേപോലെ ഞങ്ങൾക്ക് കമ്മിറ്റഡ് എന്നുള്ളതിനെ മാറ്റിയിട്ട് നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് മാറ്റം വന്നിട്ടുണ്ട്. ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു എഗ്രിമെന്റ് ഉണ്ടാകുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും താല്പര്യമുള്ള കാര്യങ്ങളിൽ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അല്ലാതെ അമേരിക്ക എന്ന് പറഞ്ഞ മണ്ടൻ രാജ്യമാണോ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മണ്ടൻ, ഞങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം എഗ്രിമെന്റിൽ എഴുതി വെക്കുക. രണ്ട് രാജ്യത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെയാണ് ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ്. ഇപ്പോ 50% ഒരു രാജ്യത്തിന്റെ താരിഫ് ആ രാജ്യത്തിന് നിശ്ചയിക്കാം. എന്റെ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ എത്ര ടാക്സ് ഏർപ്പെടുത്തുന്നത് ആ രാജ്യം തീരുമാനിക്കാം. ആ രാജ്യം 50
എന്നുള്ളത് തീരുമാനിച്ചു, 18 കുറയ്ക്കുമ്പോൾ ഇപ്പോ ട്രേഡ് മേഖലയിലുള്ള അല്ലെങ്കിൽ വിദഗ്ധർ ഈ മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നത് ഈ വ്യാപാര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള താരിഫ് എന്തായിരുന്നു? ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങളാണ് 50% താരിഫ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ളതാണ് 25, മറ്റേത് ബാക്കി 25. ആളുകൾ പറയുന്നത് അമേരിക്കയുമായി അമേരിക്കൻ ഭരണാധികാരി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത് പിന്നെ ഒരിക്കലും ഇന്ത്യയുമായി ആ രാജ്യവുമായി യാതൊരു ട്രേഡ് അഗ്രിമെന്റിൽ ഏർപ്പെടേണ്ടെന്നാണോ? അതിനാണ് നെഗോഷിയേഷൻ. ആ നെഗോഷിയേഷൻ നമ്മുടെ താല്പര്യത്തിന് അനുസൃതമായി അവിടെ വിജയിച്ചില്ല എന്നുള്ളതാണ്. അമേരിക്ക തന്നെ ഈ വ്യാപാര യുദ്ധം നടത്തുന്നത് നമ്മളുമായി മാത്രമല്ല, ട്രേഡ് എക്സ്പെക്ടറുകൾ, എക്കണോമിക് എക്സ്പെക്ടറുകൾ പറയുന്നത് ഏറ്റവും ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും നല്ല, ഇന്ത്യക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കരാറാണെന്ന് പറഞ്ഞു. എങ്ങനെ വേണോ വിമർശിക്കാം. ശ്രീ ജെ.ആർ. പത്മകുമാർ, അമേരിക്കയ്ക്ക് പല രാജ്യങ്ങളുമായും ട്രംപ് വന്നതിന് ശേഷം വ്യാപാര യുദ്ധമുണ്ട്. ആ വ്യാപാര യുദ്ധം അമേരിക്കൻ കാർഷിക മേഖലയെ വളരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. നോക്കൂ, അമേരിക്കയുടെ സോയ എക്സ്പോർട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം $34.4 ബില്യൺ നിന്ന് $24.5 ബില്യൺ താഴ്ന്നു. കോൺ എക്സ്പോർട്ട് $18.6 ബില്യൺ $13.9 താഴ്ന്നു. അപ്പോൾ കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യണമെന്നുള്ളത് അവരുടെ താല്പര്യമാണ്, അമേരിക്കയിലെ അഗ്രി ബിസിനസ്സുകാരുടെ താല്പര്യമാണ്, അമേരിക്കയിലെ കാർഷിക ലോബിയുടെ താല്പര്യമാണ്. അതനുസരിച്ച് അമേരിക്കയുടെ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി കുറഞ്ഞപ്പോ, അവരുടെ കുഴപ്പം കൊണ്ട് കുറഞ്ഞപ്പോ ഇന്ത്യൻ വിപണിയിലേക്ക് കയറ്റി അയച്ച് ഇന്ത്യൻ കർഷകന്റെ നട്ടല്ലൊടിക്കണോ? ഇവിടുത്തെ കർഷകർ എങ്ങോട്ട് പോകണം? അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ കർഷകരുടെ താല്പര്യം സംരക്ഷിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഇന്ത്യൻ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാത്തത്? ഒഴിച്ചാൽ അഗ്രികൾച്ചർ മേഖലയിലേക്ക് അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി യാതൊരു ഇതുമില്ല. നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്, നമ്മൾ അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. അതിൽ സംശയമുണ്ട്. ഈ നിങ്ങൾ പറഞ്ഞ സോയ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ.